NCTV തെരഞ്ഞെടുപ്പ് അങ്കത്തട്ട് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ബ്രെയിൻ ടെക് കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ട്, ബ്രെയിൻ ടെക് കമ്പ്യൂട്ടർ സെയിൽസ് ആൻഡ് സർവീസ്, ബിറ്റ്സ് ടവർ, പോളി ജംഗ്ഷൻ, ആമ്പല്ലൂർ. മുന്നണികൾക്ക് പറയാനുള്ളതെന്ത്, വോട്ടർമാർക്ക് ചോദിക്കാനുള്ളതെന്ത്? NCTV ബ്രെയിൻ ടെക് തെരഞ്ഞെടുപ്പ് അങ്കത്തട്ടിൻ്റെ 2ാം അധ്യായം ഇവിടെ തുടങ്ങുന്നു. മൂന്ന് മുന്നണികളുടെയും പ്രതിനിധികൾ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്തിന് ഇവിടെ LDF വരണം, UDF വരണം, BJP വരണം എന്ന് മുന്നണികൾ പറയുകയായിരുന്നു. നമുക്ക് പ്രേക്ഷകർക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടാകും. ഏതായാലും ആദ്യമായി ആർക്കാണ് ചോദിക്കാനുള്ളത്? ചോദ്യം ചോദിക്കാനുള്ള ഇടതുപക്ഷ പ്രതിനിധിയോട് ശ്രീ നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു, KP വിശ്വാസിൻ്റെ കാലഘട്ടത്തിൽ കൊണ്ടുവന്ന ആറ്റപ്പള്ളി ആയാലും തോട്ടുമുഖം ലിഫ്റ്റ് ഇറിഗേഷൻ ആയാലും ഇങ്ങനെ വൻകിട പദ്ധതികൾ പുതുക്കാട് നിയോജക മണ്ഡലത്തിൽ കൊണ്ടുവരാൻ ഇതിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ആക്കം വർദ്ധിപ്പിക്കാൻ സാധിച്ചു. 20 വർഷക്കാലമായി ഇവിടെ ഭരിക്കുന്നത് LDFൻ്റെ MLA-മാരാണ്. 5 വർഷക്കാലം സംസ്ഥാന ക്യാബിനറ്റിലെ മന്ത്രിയായിരുന്നു. 15 വർഷക്കാലം അവർ ഭരണകക്ഷിയുടെ ഭാഗമായിരുന്നു. ഈ നിയോജക മണ്ഡലത്തിൽ കൊണ്ടുവന്ന് നിങ്ങൾ മുൻകൈയെടുത്ത് കൊണ്ടുവന്ന് പൂർത്തീകരിച്ച 2 പദ്ധതികളുടെ പേര് പറയാൻ കഴിയും? തോട്ടുമുഖം തന്നെ 25 വർഷം മുൻപ് ആരംഭിച്ച പദ്ധതി, 20 വർഷം മുൻപ് തോട്ടുമുഖം ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി കൊണ്ടുവന്നിട്ട് അത് പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്തത് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ജലവിഭവ വകുപ്പ് മന്ത്രി 1ാം ഘട്ടം പൂർത്തീകരിച്ച് തോട്ടുമുഖം ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി പൂർത്തീകരിച്ചു എന്ന് പറയുമ്പോൾ 200 HP-യുടെ 3 മോട്ടർ, 100 HP-യുടെ 2 മോട്ടർ വെച്ചു. പറയട്ടെ വെള്ളം ചാടിയോ? ഞാൻ പറയട്ടെ, 5 പഞ്ചായത്തിന് കുടിവെള്ള ക്ഷാമം പരിഹരിക്കാൻ കൊണ്ടുവന്ന പദ്ധതി ഇന്ന് മോട്ടർ 200 HP-യുടെ 3 മോട്ടർ, 100 HP-യുടെ 2 മോട്ടർ, ഒരേ സമയം 200 HP-യുടെ മോട്ടർ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. പയ്യാക്കര വരെ മാത്രമേ വെള്ളം വരുന്നുള്ളൂ. നിങ്ങൾ ഉദ്ഘാടനം ചെയ്താൽ പോരല്ലോ. മറുപടി പറയട്ടെ. ഇപ്പോ പയ്യാക്കര വരെ വെള്ളം എത്തി, കുറച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടി നീളും. അപ്പൊ എന്തായാലും ഒരു ഘട്ടം അതിൻ്റെ പൂർത്തീകരിച്ച് വെള്ളം ചാടിക്കുക എന്നുള്ള എല്ലാ പ്രതിസന്ധികളും പലരുടെയും പറമ്പിലൂടെയും ഒക്കെ പോകുന്ന ഒരു ലിഫ്റ്റ് ഇറിഗേഷനായിരുന്നു. പ്രധാനമായി അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്ത് വരന്തരപ്പള്ളിയുടെ ഒരു ഭാഗമൊക്കെ കേന്ദ്രീകരിച്ച് വരുന്ന പ്രദേശം. അതിൻ്റെ എല്ലാ തടസ്സങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ വന്ന് ആ പദ്ധതി ഉദ്ഘാടനം പൂർത്തീകരിച്ച് വെള്ളം ചാടിച്ചു. അതിൻ്റെ 2ാം ഘട്ടത്തിൽ ഇപ്പോൾ പാലാമ്പ്ര കുന്നിലേക്കുള്ള അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം ചോദിച്ചു, വേറെ എന്തെങ്കിലും പ്രവർത്തനം നടന്നു? ഞങ്ങളുടെ പറപ്പുകര ഗ്രാമപഞ്ചായത്തിലേക്ക് പോരെ, അവിടെ കാനത്തോട് റെഗുലേറ്റർ കമ്പനിച്ച് 27 കോടി രൂപ ചെലവിൽ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം MLA ആയിരുന്ന ഈ KK രാമേന്ദ്രൻ MLA അതിന് ശേഷമാണ് അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തി. അതിൻ്റെ നിർമ്മാണം 90% പൂർത്തീകരിച്ച് റോഡിൻ്റെ ഒരു അല്പം പണി മാത്രമാണ് അവിടെ ബാക്കിയുള്ളത്. ബാക്കിയെല്ലാം പൂർത്തീകരിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു. 2 പദ്ധതിയല്ല, സമയമുണ്ടെങ്കിൽ ഒരു 20 പദ്ധതി ഇവിടെ നിന്ന് പറയാം. അതിനുള്ള വികസന രേഖ ഞങ്ങൾ തയ്യാറാക്കി എല്ലാ വീടുകളിലും എത്തിച്ചിട്ടുണ്ട്. ശരി, അടുത്ത ആള്. കോൺഗ്രസിൻ്റെ പ്രതിനിധിയോടാണ് ചോദ്യം. ഇപ്പോൾ കുടിവെള്ളമാണുള്ള ചർച്ച. ജലജീവൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കുടിവെള്ളത്തിനായി സർക്കാർ കണ്ടെത്തിയ ഭൂമി മാട്ടുമല പ്രദേശത്ത് ഉണ്ട്. അത് നമ്മുടെ ബഹുമാനപ്പെട്ട ഇപ്പം മത്സരിക്കുന്ന UDFൻ്റെ പ്രതിനിധി ഉൾപ്പെടുന്ന ആ വാർഡിലാണ്. 5 പഞ്ചായത്തുകളെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ബൃഹത്തായ പദ്ധതി. അവിടെ സർക്കാർ കണ്ടെത്തിയ ആ ഭൂമി നമ്മുടെ ഇപ്പം മത്സരിക്കുന്ന പ്രതിനിധിയുടെ ഉടമസ്ഥതയിലാണെന്ന് പറഞ്ഞ് അതിനെ തുരങ്കം വെച്ച് ഹൈക്കോടതി നിന്ന് സ്റ്റേ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇവിടെ നേരത്തെ പറഞ്ഞു കുടിവെള്ളത്ത് മറ്റേ തോട്ടുമുഖത്ത് വെള്ളം ചാടിക്കാൻ പോലും കഴിഞ്ഞു. ഇവിടെ കാലങ്ങളായി കാത്തിരിക്കുന്ന ആ ബൃഹത് പദ്ധതി അതിനെ തുരങ്കം വയ്ക്കുകയും അത് എൻ്റെ ഉടമസ്ഥതയിലുള്ളതാണെന്ന് പറഞ്ഞ് അതിന് 5 പഞ്ചായത്ത് പൈസ എന്നാൽ മാത്രമേ വിട്ടുതരുന്നതാണ്. എൻ്റെ വാർഡിൽ മത്സരിച്ച ആളും കൂടിയിട്ടാണ് പഞ്ചായത്ത് പ്രസിഡന്റ്. അദ്ദേഹം പറഞ്ഞത് ഇവിടെ ജനങ്ങളെ സേവിക്കുന്നതിന് പകരം അതിനെ തുരങ്കം വെച്ച് ഈ ബൃഹത് പദ്ധതിനെ അട്ടിമറിച്ച ഒരാളാണ്. എന്താണ് മറുപടി? ഈ തെരഞ്ഞെടുപ്പിൽ LDF മുന്നോട്ട് വെക്കുന്ന KM ബാബുരാജ് എന്ന സ്ഥാനാർത്ഥിക്കെതിരെ പറയുന്ന വലിയൊരു ആരോപണമാണത്. ഇതിന് വളരെ കൃത്യമായ മറുപടി തന്നെ പറയാം. ഇതിപ്പോൾ തുടങ്ങിയതല്ല. ശ്രീ KM ബാബുരാജ് പുതുക്കാട് സ്ഥാനാർത്ഥിയാവുന്ന സൂചന വന്നപ്പോൾ തന്നെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള MM വർഗീസിനെ കൊണ്ടുവന്നൊരു സമരം നടത്തി. MM വർഗീസ് നമുക്കറിയാം ഏത് കേസിലെ പ്രതിയാണെന്നുള്ളത്. അതോടെ നിൽക്കട്ടെ. ഞാൻ ഈ പരിപാടി കൃത്യമായി അത് പറയാം, രാഷ്ട്രീയമാണ്. അപ്പോൾ ഇതിലേ ഇദ്ദേഹത്തിന്റെ ബാബുരാജ് ഏത് കേസിലൊക്കെ അതിന്റെ രേഖകൾ കാണിക്കാൻ ഞങ്ങൾ വെല്ലുവിളിക്കാം. അപ്പൊ ഞാൻ ചോദ്യത്തിലേക്ക് വരാണ്.
ഗോതമ്പ് കടത്തിയ കേസുണ്ട്. അതുണ്ട്, അതൊക്കെ കൂടെ രേഖ അതൊക്കെ ഉണ്ട്, സംഭവിച്ചല്ലോ. അതെ, ഞാൻ അതൊക്കെ നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാം. അതൊക്കെ ഉണ്ടെന്ന് ആൾ സംഭവിച്ചിട്ടുണ്ട്. അല്ലല്ല, ഒരു മിനിറ്റ്, നമുക്ക് ഈ ഒരു വിഷയത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ ആവശ്യമാണ്. നമുക്ക് കെ എം ബാബുരാജ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥി നമ്മളോട് പറഞ്ഞത്, NCTVയോട് പറഞ്ഞത്, എന്റെ പേരിൽ ഒരു കേസുമില്ല എന്ന നമ്മുടെ ബൈറ്റ് നമ്മുടെ കയ്യിലുണ്ട്. അദ്ദേഹത്തിന്റെ പേരിൽ ഒരു കേസുമില്ലെന്ന് പറഞ്ഞ് സിറ്റി പോലീസ് കമ്മീഷണർ നൽകിയ കത്തും നമ്മുടെ കയ്യിലുണ്ട്. ഇതിന് മറുപടി പറയാം. അതായത് ഇദ്ദേഹം സൂചിപ്പിച്ച വിഷയം, ഇത് ജലജീവൻ മിഷൻ 224 കോടി രൂപ പദ്ധതി വന്നപ്പോൾ 5 പഞ്ചായത്തുകളുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതി നടപ്പാക്കാൻ ഇത് യഥാർത്ഥ സ്ഥലം ലഭ്യമല്ല. കാരണം ഇതിന് 3 ഏക്കറോളം 1.5 ഏക്കർ ഭൂമി വേണം ഈ പദ്ധതി നടപ്പാക്കാനായിട്ട്, ഇതിൻ്റെ ടാങ്ക് സ്ഥാപിക്കാൻ. അങ്ങനെ വന്ന അവസാനം പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള ബഹുമാനായ ശ്രീ KM ബാബുരാജാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു ഈ പദ്ധതി പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുക്കാൻ സമ്മതിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സ്ഥലം, ഇപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ച സ്ഥലം അത് കണ്ടെത്തുകയും ചെയ്തു. ഈ സ്ഥലം 75 വർഷമായി അതിന് പട്ടയമുണ്ടായി. അതിനുശേഷം പലതവണ കച്ചവടങ്ങൾ നടന്ന് അതിന് തീരാധാര പ്രകാരം 5ാമത്തെ വ്യക്തിയായിട്ടാണ് ശ്രീ KM രാജയെ വിലയ്ക്ക് വാങ്ങിക്കുന്നത്. അദ്ദേഹം വിലയ്ക്ക് വാങ്ങി ഈ സ്ഥലം 75 വർഷമായി അവിടെ കശുവണ്ടിയും റബ്ബറുള്ള ഒരു കാർഷിക മേഖലയായി നിൽക്കുന്ന ഒരു സ്ഥലം ഒരു സുപ്രഭാതത്തിൽ പറയുകയാണ് അത് സർക്കാരിൻ്റെ ഭൂമിയാണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ താമസിച്ച വീട് ഒരു ദിവസം ഒരു പാർട്ടിക്കാർ ഒന്ന് പറയുകയാണ് ഒരു പദ്ധതി വരും സർക്കാരിൻ്റെ ഭൂമിയാണെന്ന് പറഞ്ഞ് അംഗീകരിക്കാൻ സാധിക്കൂ. കൃത്യമായ രേഖകൾ ഒരു പത്രസമ്മേളനം ഞാനടക്കം പങ്കെടുത്താണ്. ആ സ്ഥലം കഴിഞ്ഞ 5 വ്യക്തികൾ കൈമാറി അതിന് പണം കെട്ടിവെച്ച് രജിസ്റ്റർ ഓഫീസിൽ തീരാധാരം നടത്തി വിലയ്ക്ക് വാങ്ങിയ ഭൂമിയാണ് ശ്രീ KM ബാബുരാജ് സ്ഥലം. അദ്ദേഹം വളരെ മാന്യമായി പറഞ്ഞു പദ്ധതി അവസാനിക്കാതിരിക്കാൻ, നഷ്ടപ്പെടാതിരിക്കാൻ 25 എവിടെ അതിന്റെ രേഖകൾ കൃത്യമായി അതിൻ്റെ രേഖകൾ ഹാജരാക്കി. ഇതിന് തടസ്സം എന്താണെന്ന് പറയും. ഇപ്പോൾ ഇവർ പ്രചരിപ്പിക്കുന്ന ഒരു കുപ്രചാരണമല്ല. ഇതിന് യാഥാർത്ഥ്യവശം നമ്മൾ ഇതിൻ്റെ കൃത്യമായ രേഖകളടക്കം എല്ലാ കാര്യങ്ങളും ഇതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ഹാജരാക്കി. ഇതിനൊരു യഥാർത്ഥ പ്രശ്നം, ഇവിടെ ഒരു ഡിജിറ്റൽ സർവേ നടന്ന സമയത്ത് ഇതിന്റെ സർവേ നമ്പറിൽ ചെറിയ മാറ്റം വന്നു. ശരി, നമുക്ക് ഈ വിഷയം ഒരു കുറച്ചുകൂടി കൂടുതൽ സമയമെടുക്കുന്ന ഒരു വിഷയമായതുകൊണ്ടാണ് നമുക്കറിയാം. അതായത് ഒരുപാട് വീഴ്ചകൾ വന്നിട്ടുണ്ട്. ഒറ്റ കാര്യം പറയാം. ഇവിടെ 1.5 ഏക്കർ സ്ഥലത്തിൽ ബഹുമാനായ ശ്രീ KM ബാബുരാജനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞു 25 സെന്റ് സ്ഥലം ഈ പദ്ധതി യാതൊരു സൗജന്യമായി വിട്ടുകൊടുക്കാൻ. ഇതില് ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച തർക്കം അവിടെ നിൽക്കട്ടെ, രേഖകളൊന്നും ഹാജരാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല, അത് പോട്ടെ. പക്ഷേ ആധാരങ്ങളും റവന്യൂ ഡിപ്പാർട്ട്മെന്റിന് കൈമാറിയിട്ടുള്ളതാണ്. ഒരു സെക്കൻഡ് ഈ പദ്ധതി മുന്നോട്ട് പോകണമെങ്കിൽ ഇപ്പോൾ വേനൽക്കാലാണല്ലോ, ഈ പദ്ധതിക്ക് ആരംഭിക്കേണ്ട സമയം ഏതാണ്ട് കഴിഞ്ഞു. എന്നിരുന്നാൽ ആ പദ്ധതി മുന്നോട്ട് പോകണമെങ്കിൽ അദ്ദേഹം സമ്മതിച്ചാൽ ആ പദ്ധതി മുന്നോട്ട് പോകാൻ കഴിയും. അദ്ദേഹത്തിന് കോടതി വിധി അനുകൂലമായി രേഖകളൊക്കെ ഹാജരാക്കി അദ്ദേഹത്തിൻ്റെ സ്ഥലമാണ് അതെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ആ പൈസ കൊടുക്കാമെന്ന് ഇവർ പറഞ്ഞല്ലോ, ആ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ എന്നിരുന്നാൽ പോലും അത് നടപ്പാക്കാൻ പാടില്ല. 5 പഞ്ചായത്തുകളിലെ പാവപ്പെട്ട മനുഷ്യർക്ക് ഏതാണ്ട് 14,138 കണക്ഷനുള്ള ആ കുടിവെള്ള പദ്ധതി എന്നാൽ പോലും നടത്താൻ അനുവദിക്കില്ല എന്നുള്ള ധാർഷ്ട്യമാണ് ഇവിടുത്തെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി കാണിച്ചിട്ടുള്ളത്. സ്ഥലം ഒരു സ്വന്തമായ സ്ഥലം ഗവൺമെന്റ് പറയുന്ന വിലയ്ക്ക് വിട്ടുകൊടുക്കാൻ സമ്മതിക്കുക, 25 സെന്റ് ഫ്രീ ആയിട്ട് വിട്ടുകൊടുക്കാന്ന് പറയാ. അത് ഞാൻ പറഞ്ഞല്ലോ 5 ആളുകൾ കൈമാറി രജിസ്റ്റർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത് നികുതി അടയ്ക്കുന്ന സ്ഥലം ഒരു സുപ്രഭാതത്തിൽ MLA പറയാണ് പുറമ്പോക്കണമെന്ന് പറയുന്നത്. ഈ സ്ഥലത്തിന്റെ വിഷയം നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. അതുകൊണ്ടാണ് ഇതിൽ ഒരുപാട് നിയമക്കുരുക്കുകളുണ്ട്. രണ്ടുപേരുടെ ഭാഗത്തും വീഴ്ചകൾ ഉള്ളതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. KM ബാബുരാജിന്റെ ഭാഗത്തും അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തും ഒക്കെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ബാബുരാജ് ഈ സ്ഥലത്ത് നിന്ന് പോലീസ് ഡിപ്പാർട്ട്മെന്റിന് 12 സെന്റ് സ്ഥലം പണം നൽകി കൊടുത്തു എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അത്തരം കാര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ നമുക്ക് ഈ ഒരു വിഷയം കൂടുതൽ സംസാരിച്ച് പോകേണ്ട വിഷയമായതുകൊണ്ടാണ് അടുത്ത ചോദ്യത്തിലേക്ക് ഞാൻ ഈ ചോദ്യം ചോദിക്കാൻ വരുന്നത്. ഇവിടെ ഇന്ന് ഈ 20 വർഷമായിട്ട് LDFും അതിന് മുന്നേ UDF 77 വർഷമായി സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇപ്പോഴും വെള്ളം ചാടിച്ചു എന്നാണ് പറയുന്നത്. 77 വർഷം കൊണ്ട് വെള്ളം ചാടിച്ചു എന്ന് പറഞ്ഞത്. അപ്പോൾ തോട്ടുപോകും പദ്ധതി, ചിമ്മിനി ഇക്കോ ടൂറിസം, അതുപോലെ തന്നെ ആറ്റപ്പള്ളി ഡാം, ഇതൊന്നിനും ഇവർക്ക് വിഷയമല്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം ചർച്ചയ്ക്ക് വരുന്ന വിഷയങ്ങളാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞു, LDFിൻ്റെ പ്രതിനിധി പറഞ്ഞു വില്ലേജ് ഓഫീസിൽ കമ്പ്യൂട്ടർ കൊടുത്തു. വില്ലേജ് ഓഫീസിൽ കമ്പ്യൂട്ടർ കൊടുക്കുന്നത് MLAയുടെ ജോലിയല്ലെന്നേ, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ജോലിയാണ്. കേരള ഗവൺമെൻറ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റുണ്ട്, അവരുടെ ജോലിയാണ് എല്ലാത്തിലും. നികുതി ഞങ്ങളൊക്കെ ഉള്ളവർ സർക്കാരിന്റെ പ്രതിനിധിയാണ് MLA. ലിഫ്റ്റ് ഇറിഗേഷൻ നടപ്പിലാക്കേണ്ടത് ഇറിഗേഷൻ ആണോ? അപ്പോൾ ലിഫ്റ്റ് ഇറിഗേഷൻ നടപ്പാക്കേണ്ടത് ഇറിഗേഷന്റെ ജോലിയല്ലോ, MLAയുടെ ജോലിയല്ലല്ലോ. അല്ല, MLA ഒരു കമ്പ്യൂട്ടർ കൊടുത്തതിന് പ്രാധാന്യം. അതല്ല ഞാൻ പറഞ്ഞത്, അതുപോലും അത്ര സൂക്ഷ്മമായി ചെയ്യുന്നൊരു MLA എന്നുള്ളത് സൂചിപ്പിച്ചത്, അത് വലിയ മഹാകാര്യമായിട്ട് സൂചിപ്പിച്ചതല്ല. സാറേ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ഞാൻ ഈ അളഗപ്പം പഞ്ചായത്തിൻ്റെ എല്ലാ മുക്കും മൂലം അറിയുന്ന ഒരാളാണ്, പാർട്ടി പ്രവർത്തനമായതുകൊണ്ട്.
എനിക്കറിയാം എല്ലാ BJP അല്ല, മുക്കും BJP അല്ല, BJP. BJP യുടെ എല്ലാ മുക്കും മൂലയിൽ ഹൈമാസ്ക് വെച്ചിട്ട് ഇവിടുത്തെ MLA യുടെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഈ ഫോട്ടോ വയ്ക്കാൻ ജനങ്ങളുടെ പൈസ മേടിച്ച് ഈ ഫോട്ടോ 4 ലക്ഷം രൂപയുടെ വീട്ടില് അല്ല 4 ലക്ഷം രൂപ കൊടുത്ത് ഫോട്ടോ MLA യുടെ ഫോട്ടോ പറയട്ടെ വീട് കൊടുക്കുമ്പോ അതെ കേരളത്തിലല്ലാതെ മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളില് മോഡിയുടെ ഫോട്ടോ വെക്കണല്ലോ. ആകെ 72,000 രൂപയല്ലേ നിങ്ങൾ കൊടുക്കണം വീടിന്. അവിടെയാണ് ഈ MLA യുടെ ഫോട്ടോ വെച്ചെന്ന് പറയുന്നത്. 4 ലക്ഷം രൂപ കൊടുക്കുന്ന വീടിന് 1.5 വെറും കോടി രൂപ 72,000 രൂപ തന്നിട്ട് അതിൽ നരേന്ദ്രമോദിയുടെ ഫോട്ടോ വെക്കണമെന്ന് പറഞ്ഞ ഗവൺമെന്റ് ആണ് BJP-യുടെ ഗവൺമെന്റ്. അല്ല, മനസ്സിലായ? അവരാണ് ഇപ്പോ ഒരു ഫോട്ടോ വെച്ചു എന്ന് പറഞ്ഞിട്ട് ആക്ഷേപം ഉന്നയിക്കുന്നത്. 287 മിനി മാസ്റ്റ് ഹൈമാസ്റ്റ് ലൈറ്റ് ആണ് ഈ മണ്ഡലത്തില് MLA സ്ഥാപിച്ചത്. വെളിച്ചം നിങ്ങൾക്ക് പേടിയാണോ? വെളിച്ചം വരട്ടെ. നിങ്ങൾ സ്ഥാപിച്ചിട്ടില്ലല്ലോ. ഞങ്ങൾ നികുതി പണം കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പദ്ധതി, കേന്ദ്ര ഗവൺമെന്റ് ആസൂത്രണം ചെയ്തൊരു പദ്ധതി, അതിന് കേന്ദ്ര ഗവൺമെന്റ് എത്ര സംഖ്യ എടുത്തു, സംസ്ഥാന ഗവൺമെന്റ് എത്ര സംഖ്യ എടുത്തു എന്നുള്ളത് രണ്ടാമത്തെ വിഷയം. പദ്ധതി ആര്? ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുമെന്ന മുദ്രാവാക്യം ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഉയർന്നു. ഇന്ന് നരേന്ദ്രമോദി വരേണ്ടി വന്നു ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാൻ. അതുപോലെ തന്നെ എല്ലാവർക്കും ഇന്ത്യ ഞാൻ തർക്കത്തിനില്ല. ഞാൻ സംസാരിച്ചിട്ട് നിങ്ങൾ ലൈഫ് ഭവന പദ്ധതിയിൽ ഞാൻ പറയുമ്പോ 1 രൂപ പോലും കേന്ദ്ര ഗവൺമെന്റ് ഇല്ല. ഒരു മിനിറ്റ്. എല്ലാവർക്കും വീട് എന്നുള്ളത് പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ എന്ന പദ്ധതിയുടെ ഭാഗമാണ്. അതൊന്നും നടക്കില്ല. ഇപ്പോ ആ പദ്ധതിയിൽ പൈസ കൊടുക്കില്ല. ആ പദ്ധതിയിൽ പൈസ കൊടുക്കില്ല സുഹൃത്തെ. ആ പദ്ധതിയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയാണ് എന്ന് എഴുതി വയ്ക്കുന്നത് തെറ്റാണെന്ന് പറയുന്ന ആളുകൾ കേന്ദ്ര പദ്ധതി, കേന്ദ്ര പണം ഉപയോഗിച്ച് പണിത ദേശീയപാതയിൽ മുഖ്യമന്ത്രിയുടെയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെയും ഫോട്ടോ വെച്ച് ഇത് ഞമ്മന്റെയാണ് എന്ന് പറയുന്ന അല്പത്തരം 5,400 കോടി രൂപയാണ് സംസ്ഥാന ഗവൺമെന്റ് കൊടുത്തത്. 5,400 കോടി രൂപ. അതെ, 1,43 ലക്ഷം രൂപ സുരേഷ് ഗോപിയുടെ MP ഫണ്ടിൽ നിന്ന് അളഗപ്പനഗർ പഞ്ചായത്തിന് കൊടുത്തു. ആ പഞ്ചായത്തിന്റെ വികസന പദ്ധതിക്ക് സുരേഷ് ഗോപി അറിയാതെ ചെയ്ത് എന്ത് പദ്ധതി? ഏത് പദ്ധതി? പുതുക്കാട് താലൂക്ക് ഹോസ്പിറ്റലിന് 1.5 കോടി രൂപ. ഏത് പദ്ധതി? അത് സുരേഷ് ഗോപിക്ക് ഒരു ബന്ധമില്ല. സുരേഷ് ഗോപിക്ക് ഒരു ബന്ധമില്ല പദ്ധതിയില്. നോക്ക് സുരേഷ് ഗോപി പണം കൊടുത്തു എന്ന് പറയുന്ന പദ്ധതി എന്ത് പദ്ധതിക്കാണെന്നാണ് ചോദ്യം. എന്ത് പദ്ധതിക്കാണ് പണം കൊടുത്തത്? പല പദ്ധതികൾക്കായിട്ട് 1.44 ലക്ഷം കൊടുത്തു. അത് പഞ്ചായത്തിന്റെ വികസന രേഖയിൽ വന്നിട്ടില്ല. അതിന്റെ ഉദ്ഘാടനത്തിന് സുരേഷ് ഗോപി പറഞ്ഞിട്ടില്ല, അദ്ദേഹത്തെ അറിയിച്ചിട്ടില്ല. ചേട്ടാ, സുരേഷ് ഗോപിയോട് ഒരു 2 കുറ്റി ഗ്യാസ് ഈ കടകളിൽ കൊടുക്കാൻ പറയും. ഒരു ചായ കുടിക്കാനാ. പെട്രോളിയം മന്ത്രിയാണല്ലോ. പോർമുഖം തുറന്ന് വാദപ്രതിവാദങ്ങൾ തുടരുമ്പോൾ NCTV ബ്രെയിൻ ടെക് തെരഞ്ഞെടുപ്പ് അങ്കത്തട്ടിൽ മറ്റൊരു ഇടവേള. മടങ്ങിവരാം. ബിറ്റ്സ് ഡിജിറ്റൽ പ്രസ് ആൻഡ് ഫോട്ടോഗ്രാഫി കളർ ഹബ് ആമ്പല്ലൂർ. ലേസർ, ഫോട്ടോ പ്രിന്റിംഗ്, ബ്രോഷേഴ്സ് മുതലുള്ള ഡിജിറ്റൽ പ്രിന്റിംഗ് പ്രോഡക്റ്റുകൾ, സ്റ്റുഡിയോ ഫോട്ടോ സർവീസ്, ഫോട്ടോ ഫ്രെയിമുകൾ, മെമന്റോസ് ആൻഡ് ഗിഫ്റ്റുകൾ, വെഡിംഗ് കാർഡുകൾ, ഫോട്ടോ ആൽബങ്ങൾ, ലേസർ കട്ടിംഗ് ആൻഡ് എൻഗ്രേവിംഗ്, ഗ്രാനൈറ്റ് ഫോട്ടോഗ്രാഫിക് എൻഗ്രേവിംഗും ഗ്ലാസ് പ്രിന്റിംഗും മണിക്കൂറുകൾക്കകം. ബിറ്റ്സ് ഡിജിറ്റൽ പ്രസ് ആൻഡ് ഫോട്ടോഗ്രാഫി കളർ ഹബ്, ബ്രെയിൻ ടെക് IT സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്, പോളി ജംഗ്ഷൻ, ആമ്പല്ലൂർ. അവധിക്കാലം ഉല്ലാസകരമാക്കാൻ ആമ്പല്ലൂർ ബ്രെയിൻ ടെക് കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെക്കേഷൻ ഉത്സവ് 2026. 6ാം ക്ലാസ് മുതലുള്ള വിദ്യാർത്ഥികൾക്കായി മോഡേൺ അഭിരുചിക്കനുസരിച്ചുള്ള കമ്പ്യൂട്ടർ കോഴ്സുകൾ, ഓഫീസ് കോഴ്സുകൾ, ആനിമേഷൻ, വീഡിയോ എഡിറ്റിംഗ്, ഗ്രാഫിക് ഡിസൈൻ, പ്രോഗ്രാമിംഗ്, DTP, വെബ് ഡിസൈനിംഗ്, ജൂനിയർ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, അക്കൗണ്ടിംഗ് തുടങ്ങി ആവശ്യാനുസരണം നിരവധി കോഴ്സുകൾ. ഇംഗ്ലീഷ് ഈസിയായി സംസാരിക്കാൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ. ഏപ്രിൽ 16 മുൻപ് പ്രവേശനം നേടുന്നവർക്ക് 30% ഡിസ്കൗണ്ടും കൂടാതെ ഒരു പേഴ്സണലൈസ്ഡ് ബാഗും ഫ്രീ. കോൺടാക്ട് ബ്രെയിൻ ടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്, 2nd floor, Brain Tech Hub, Polytechnic Junction, Amballur, 9947755800.
നിങ്ങളുടെ ലാപ്ടോപ്പ്, ഡെസ്ക്ടോപ്പ്, പ്രിന്ററുകൾ, CCTV ഏതുമായിക്കൊള്ളട്ടെ, ഇപ്പോൾ ആമ്പലൂർ ബ്രെയിൻ ടെക്കിൽ ജനറൽ ചെക്കപ്പുകൾ ഫ്രീ ആയി ചെയ്യാം. ഓൺസൈറ്റ് സർവീസും ലഭ്യമാണ്. മാർച്ച് 20 മുതൽ ഏപ്രിൽ 20 വരെ മെഗാ ഫ്രീ സർവീസ് മേള. കൂടാതെ ഹാർഡ്വെയർ ആക്സസറീസുകൾക്കും സോഫ്റ്റ്വെയറുകൾക്കും ചിപ്പ് ലെവൽ സർവീസുകൾക്കും സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളും ഓഫറുകളും. ഈ സുവർണാവസരം പരമാവധി പ്രയോജനപ്പെടുത്തൂ. ആമ്പലൂർ ബ്രെയിൻ ടെക് കമ്പ്യൂട്ടർ സെയിൽസ് ആൻഡ് സർവീസ്, 2nd ഫ്ലോർ, ബ്രെയിൻ ടെക് ഹബ്, പോളിടെക്നിക് ജംഗ്ഷൻ, ആമ്പലൂർ. ഫോൺ 9388 755 836. കുട്ടീനെ നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ടു. നിങ്ങളിനി എന്ത് തരും? ഞങ്ങൾക്കേ ഡിമാൻഡൊക്കെ ഉണ്ട്. ഡിമാൻഡാ? എന്ത് ഡിമാൻഡ്? ഇതൊക്കെ തന്നെ ഡിമാൻഡ്. ഇതൊക്കെയാ? ആ, ഇതൊക്കെ തന്നെ. ഇത് നമ്മുടെ ചിപ്സ് കോർണറിൽ 24 മണിക്കൂർ നമുക്ക് കിട്ടണതല്ലേ? അതും ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കണ പലഹാരങ്ങളാ. ബോളെ കൊണ്ടുപോയിട്ടുണ്ട് കുട്ടിയുടെ, ഞങ്ങൾ ഇതൊക്കെ കൊണ്ടുപോകും. ഏതൊരാഘോഷങ്ങളിലും ഒരേ ഒരു ഡിമാൻഡ്, പുതുക്കാട് ചിപ്സ് കോർണർ, ശുദ്ധമായ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കിയത്. എനിക്ക് ഇവിടെ പറയാനുള്ളതേ കോൺഗ്രസിൻ്റെയും BJPയുടെയും പ്രതിനിധികളാണ്. നിങ്ങളിവിടെ പറഞ്ഞ 1-2 കാര്യങ്ങൾ ഈ ഇലക്ഷനിൽ നിങ്ങൾ ഇവിടെ പ്രതിപാദിച്ചിട്ടുള്ളൂ. ഇവിടെ സാധാരണ ജനങ്ങളുടെ ജീവിത പ്രശ്നമായി ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ അതിൻ്റെ പോരായ്മകൾ പറയാനോ, ഇവിടെ ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന, അതായത് കേരളം 10 വർഷമായി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഏതെങ്കിലും തരത്തിലൊരു അഴിമതിയെ കാണിക്കാനോ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ BJPയുടെ പ്രതിനിധി ഇവിടെ പറയുകയുണ്ടായി, കേന്ദ്രത്തിൻ്റെ പരിപാടി എല്ലാ പദ്ധതികളും കേന്ദ്രത്തിൻ്റെയാണ്. ലാപ്ടോപ്പ് കൊടുക്കുന്നത് കേന്ദ്രം, ഇവിടെ വീട് വെച്ച് കൊടുക്കുന്നത് കേന്ദ്രം, പെൻഷൻ കൊടുക്കുന്നത് കേന്ദ്രം. ഇവർ ഈ നട്ടാ കുറുക്കാത്ത നുണയുമായി BJPയും കോൺഗ്രസും ഇവിടെ ഓരോ കാര്യങ്ങളിലും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞു ഇവിടെ ഡീലിനെ കുറിച്ച് പറഞ്ഞു. ഈ മറ്റത്തൊരു പഞ്ചായത്തിൽ ഇവിടെ ആര ഭരിച്ചുകൊണ്ടിരിക്കുന്നത്? 4 മെമ്പർമാരുള്ള BJPയുടെ അവിടെ കെ സുരേന്ദ്രനാണ് BJPയുടെ നേതാവ് പറഞ്ഞ് BJP ആണ് അവിടെ ഭരിച്ചുകൊണ്ട്. ആരായിട്ട് ഡീല് നടക്കുന്നത്? അത് ഇവിടെ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. മറ്റത്തൂരിൽ എന്താണ് സംഭവിച്ചത്? സുധൻ കാരേലിനോടാണ്. മറ്റത്തൂർ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? കൃത്യമായിട്ട് പറയാം. ഇപ്പോൾ ഈ സുരേന്ദ്രൻ എന്ന് പറയുന്ന ആൾ നമുക്കറിയാം, അദ്ദേഹം ഓരോ പ്രസ്താവന നടത്തും. കാരണം സ്ഥിരമായിട്ട് തെരഞ്ഞെടുപ്പിൽ നിൽക്കുക, ഓരോ പ്രസ്താവന നടത്തുക, സ്ഥിരമായിട്ട് തോൽക്കുക 10 പ്രാവശ്യം. അദ്ദേഹത്തിന്റെ പ്രസ്താവനയൊന്നും ഇവിടെ ചർച്ച ചെയ്യാൻ ഞാൻ അദ്ദേഹത്തിന് അത്ര വിലയില്ല. എങ്കിലും അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് മറുപടി പറയാം. മറ്റത്തൂര് സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെ 10-10 LDF 10-ഉം 10 UDF വന്നു. അവിടെ കുതിരക്കച്ചവടം നടത്തി. 10 UDF ഇല്ല, 10 UDF ഇല്ല, 8 UDF ആയിരുന്നു. 8 UDF 2 സ്വതന്ത്രന്മാരാണ്. ആവട്ടെ, ഞങ്ങളുടെ അത് ആരാന്നെല്ലാവർക്കും അറിയില്ല. സ്വതന്ത്രൻ 10-10 വന്നു. അവിടെ ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഞങ്ങളുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടുള്ള ഒരാളെ പേരൊക്കെ നമുക്ക് അറിവിടെ പോയി പരാമർശിച്ചില്ലേ, അദ്ദേഹത്തെ കുതിര കച്ചവടം നടത്തി പിറ്റേ ദിവസം പ്രസിഡന്റ് സ്ഥാനാർത്ഥി കൊണ്ടുവരികയുണ്ടായി. അവിടെ ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടായി. നമുക്ക് ആർക്കും നിഷേധിക്കാൻ കഴിയാത്തൊരു സത്യമായ സംഭവമാണ്. ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടായി. അവിടെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നു. ഞങ്ങളുടെ UDFന്റെ ആളുകൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കോൺഗ്രസ് രാജിവെച്ചതിന് ശേഷം ഒരു പാർട്ടി, ഞങ്ങൾ കോൺഗ്രസ് പാർട്ടി രാജിവെച്ച് അതിൻ്റെ രാജികത്ത് സമർപ്പിച്ചതിന് ശേഷം പാർട്ടിയിൽ നിന്ന് രാജിവെക്കുകയുണ്ടായി. അതിനുശേഷം BJPയുടെ 4 ആളുടെ പിന്തുണ കൂടെ അവിടെ പ്രസിഡന്റ് അധികാരത്തിൽ വരെ ഉണ്ടായി. അവരൊക്കെ പാർട്ടി തത്സമയം പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതായിട്ട് അതിൻ്റെ അറിയിപ്പോൾ നമുക്കുണ്ട്. ഇപ്പോൾ എങ്ങനെയാണ്? ഇപ്പോൾ അവരെവിടെയാണ്? പറയാം. ഇപ്പോൾ അവരാരെയും തന്നെ എല്ലാവർക്കും അറിയാം. അവരാരെയും പാർട്ടി ഞങ്ങൾ തിരിച്ചെടുത്തു. പക്ഷേ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പരോക്ഷമായി അവർ UDF സ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നത് യാഥാർത്ഥ്യമാണ്. VD സതീശന്റെ പുതുയുഗ യാത്ര പുതുക്കാട് സ്വീകരണം കൊടുത്തപ്പോൾ ഈ മറ്റത്തൂരിലെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഉൾപ്പെടെയുള്ള ആളുകൾ വന്നപ്പോൾ അവിടെ പ്രസംഗിച്ചത് ലൈവായിട്ട് ഉണ്ടായിരുന്നല്ലോ. മറ്റത്തൂർ പഞ്ചായത്ത് ഇടതുപക്ഷത്തിൽ നിന്ന് പിടിച്ചെടുത്തവർ കടന്നു വരുന്നു. അതായത് UDFന്റെ ചോദ്യം, BJP കോൺഗ്രസിലെ 8 അംഗങ്ങൾ BJPയിൽ ചേർന്നിരുന്നോ? ഞാൻ അതിന് ഉത്തരം പറയാം. എല്ലാവരും കൂടി ഇടയ്ക്ക് കയറി സംസാരിച്ചാൽ ഞാൻ പറയില്ല, നിർത്തും. പറയൂ. ഈ ചോദ്യത്തിന് ഉത്തരം പറയൂ. ഞാൻ പറയാം. ഞാൻ മറ്റത്തൂർ പഞ്ചായത്തിൽ നിന്നുള്ള ഒരാളാണ്. മറ്റത്തൂർ പഞ്ചായത്തിലെ രാഷ്ട്രീയം നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ്. മറ്റത്തൂർ പഞ്ചായത്തിലെ കോൺഗ്രസും DCCയും 2 തട്ടിലായിട്ടാണ് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. DCC
DC-യുമായി ധാരണയുണ്ടാക്കി CPM കോൺഗ്രസ് ധാരണയാണ് തെരഞ്ഞെടുപ്പിൽ മറ്റത്തൂർ പഞ്ചായത്തിലുണ്ടായിരുന്നത്. 10-ലധികം സീറ്റിൽ പറയട്ടെ ചുരുങ്ങിയ വാക്കുകളിൽ പറയട്ടെ ചുരുങ്ങിയ വാക്കുകളിൽ പറയട്ടെ ജയൻ ചേട്ടൻ പറയൂ പ്ലീസ് പറയട്ടെ. ആളുടെ കാര്യം പറയട്ടെ, നമുക്ക് അവസരം തരാം പ്ലീസ് പറയൂ. കണ്ടമാനം വിവാദങ്ങൾ ഉണ്ടാക്കി സംസ്ഥാന തലത്തിൽ തന്നെ ചർച്ചയായതുകൊണ്ടാണ് ഞാനിത് സമാധാനപരമായിട്ട് പറയാമെന്ന് ധരിച്ചത്. എനിക്കും ഒച്ചെടുക്കാൻ അറിയണ്ട. ചുരുക്കി പറയൂ. അപ്പോൾ ഈ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് 2 തട്ടിലായിരുന്നു മറ്റത്തൂർ പഞ്ചായത്തിൽ. കോൺഗ്രസിൻ്റെ 8 പേരും കോൺഗ്രസ് പിന്തുണച്ച 2 പേരും അവിടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജയിച്ചു. ഈ വിമതരായി ജയിച്ച 2 പേരെയും അവിടെ തോളിലേറ്റി നടന്നിരുന്നത് മറ്റത്തൂരിലെ പ്രാദേശിക നേതാക്കന്മാരാണ്. എന്ന് വെച്ചാൽ അവരന്നും കോൺഗ്രസ് തന്നെയായിരുന്നു എന്നർത്ഥം. ഇതൊക്കെ എല്ലാവർക്കും അറിയാം. ഞാൻ ഒറ്റ ചോദ്യം തെരഞ്ഞെടുപ്പിന് ശേഷം ആ സ്വതന്ത്രനായി ജയിച്ച ഒരാൾ കോൺഗ്രസിനെ പറ്റിച്ച് CPM-യുമായി യോജിച്ചു എന്ന നിലപാട് വന്നപ്പോൾ കോൺഗ്രസ്സുകാർക്ക് സ്വാഭാവികമായ പ്രതിഷേധമുണ്ടായി. അവർ ഞങ്ങളെ സമീപിച്ചു. അതിനെ BJP പിന്തുണയ്ക്കുന്നു എന്നൊരു ചോദ്യം ഉണ്ടല്ലോ ഇവിടെ. ഞാൻ അതിനല്ലേ പറയണേ. പ്ലീസ് പറയൂ, നമുക്ക് അതിലേക്ക് വരാം. BJP എന്തുകൊണ്ട് പിന്തുണച്ചു എന്നതാണ് ചോദ്യം. ഞങ്ങൾ അവരുടെ മുമ്പിൽ വെച്ച ഉപാധി കോൺഗ്രസിനെയോ CPM-നെയോ പിന്തുണയ്ക്കാൻ ഞങ്ങൾക്കാവില്ല, ഞങ്ങൾ പിന്തുണയ്ക്കില്ല. നിങ്ങൾ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വം രാജിവെച്ച് പുറത്തു പോന്നാൽ നിങ്ങളെ പിന്തുണയ്ക്കാം. ഉപാധികളുണ്ടായിരുന്നു. ഒരു ഉപാധിയില്ല. കോൺഗ്രസ് അംഗത്വം രാജിവെക്കണം. ചർച്ച നടന്നിരുന്നു. ഉപാധികളുണ്ടായിരുന്നു. ഈ വേറൊരു ഉപാധിയില്ല. ഞങ്ങൾക്ക് പ്രസിഡന്റും വേണ്ട, വൈസ് പ്രസിഡന്റും വേണ്ട. പക്ഷേ നിങ്ങൾ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് പുറത്തു പോന്നാലേ പിന്തുണയുള്ളൂ. കോൺഗ്രസിനെ എതിർക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ കോൺഗ്രസിനെ ദുർബലമാക്കാൻ കിട്ടുന്ന ഒരവസരവും ഞങ്ങൾ കളയില്ല. കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട 8 പഞ്ചായത്ത് മെമ്പർമാർ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് കോൺഗ്രസ് ക്ഷീണിച്ചാൽ CPM-ന് വിഷമമുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ വിഷമമല്ല. ആ തലവേദന കോൺഗ്രസും CPM-ഉം ശിരസിലേറ്റണം. അവരുടെ തലവേദന ഏറ്റെടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഈ 8 പേർ നാളെ കോൺഗ്രസിൽ ഔദ്യോഗികമായി മെമ്പർഷിപ്പ് എടുത്ത് ചേർന്നാൽ ഞങ്ങൾ ആ പിന്തുണ പിൻവലിക്കും. അപ്പോൾ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുകയായിരുന്നു നിങ്ങളുടെ ലക്ഷ്യം അല്ലേ? എനിക്ക് അവരോട് ഒറ്റ ചോദ്യം അനൂപിനോടാണ്. ഇപ്പൊ നമ്മൾ ഈ മറ്റത്തൊരു വിഷയമായതുകൊണ്ടാണ് 10 സീറ്റുകളാണ് LDF അവിടെ നേടിയത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ. 8 സീറ്റ് UDF, 2 സ്വതന്ത്രന്മാര്, 4 BJP എന്നായിരുന്നു കക്ഷിനില. മറ്റത്തൂർ ഭരിച്ചിരുന്നത് LDF ആണ്. 10 സീറ്റ് ഉണ്ടായിരുന്ന LDF എന്തുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചില്ല എന്നൊരു ചോദ്യമാണ് UDF ഉന്നയിച്ചിരുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ. ആ ചോദ്യത്തിന് പ്രസക്തി ഇല്ലെങ്കിൽ ഞങ്ങൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന സ്വഭാവം സ്വീകരിക്കുന്ന ആളുകളല്ല. കാരണം അവിടെ സ്വതന്ത്രനായിട്ട് ജയിച്ച ഒരാളെയാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇടതുപക്ഷം അതിൻ്റെ തീരുമാനപ്രകാരം പ്രസിഡൻ്റായി നാമനിർദ്ദേശം ചെയ്യുന്ന സ്ഥിതി ഉണ്ടായത്. തീർച്ചയായിട്ടും അദ്ദേഹം കഴിഞ്ഞ തവണ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്നു, പ്രതിപക്ഷ നേതാവായിരുന്നു. അങ്ങനെയുള്ള ഒരാൾ ആ പ്രസ്ഥാനത്തിൽ നിന്ന് വിട്ട് സ്വതന്ത്രനായി മത്സരിച്ച് ജയിക്കുകയാണ് ചെയ്തത്, കൈപ്പത്തി ചിഹ്നത്തിലല്ല. അതെ. അങ്ങനെ കൈപ്പത്തി സ്ഥാനാർത്ഥിയെ കൂടി അദ്ദേഹം പരാജയപ്പെടുത്തിയിട്ടുണ്ട്. LDF-ന്റെ UDF-നെയും പരാജയപ്പെടുത്തിയിട്ടുണ്ട്. അതിപ്പോൾ പല പഞ്ചായത്തുകളിലും പാർട്ടിയുടെ സംസ്ഥാന കേന്ദ്രത്തിന്റെ അല്ലെങ്കിൽ LDF-ന്റെ പൊതു തീരുമാനത്തിന്റെ ഭാഗമായി കോൺഗ്രസിനെയും BJP-യെയും പ്രത്യേകിച്ച് BJP-യൊക്കെ മാറ്റി നിർത്തുന്നതിന് വേണ്ടി പൊതു സ്വതന്ത്രരെ പിന്തുണയ്ക്കുന്ന സമീപനം ഇടതുപക്ഷം എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുണ്ട്. അതിപ്പോൾ ഇവിടെ മാത്രമല്ല. പക്ഷെ ഇവിടെ പ്രശ്നം അതല്ല. ഇപ്പോൾ BJP-യുടെ പ്രതിനിധി പറഞ്ഞത് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചതിന്റെ ഭാഗമായിട്ടാണ് അവർക്ക് പിന്തുണ കൊടുത്തതെന്നാണ്. അതെ, കൈപ്പത്തി ചിഹ്നത്തിലാണ് അവർ മത്സരിച്ച് ജയിച്ചത്. അതിന് ഇപ്പോൾ അവർ കോൺഗ്രസ്സിലുണ്ടോ ഇല്ലയോ എന്ന് മറുപടി പറയേണ്ടത് UDF-ന്റെ പ്രതിനിധിയാണ്. കോൺഗ്രസ്സിൽ അവർ ഇപ്പോഴും ഉണ്ട് എങ്കിൽ എന്തുകൊണ്ട് അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നില്ല കോൺഗ്രസ്? കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച ആളാണ് വൈസ് പ്രസിഡന്റ്. കൃത്യമായിട്ട് പറയാം. ഞാൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ്. എന്റെ ഒറ്റ ചോദ്യം, മറ്റത്തൂരിൽ ഈ ഒരു വിവാദം ഉണ്ടായ സമയത്ത് 8 അംഗങ്ങളെ പുറത്താക്കിയിരുന്നു. തീർച്ചയായിട്ടും ഇപ്പൊ അവരെ തിരിച്ചെടുത്തിട്ടില്ല. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി തിരിച്ചെടുത്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അവർക്കെതിരെ നിയമ നടപടി അതെ, DYF-യും CPM അല്ലേ തീരുമാനിക്കുന്നത്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം കൃത്യമായിട്ട് പറയാം, നിങ്ങൾ കൂടി മറുപടി പറയുന്നത്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം
പാർട്ടിയിൽ രാജിക്കത്ത് സമർപ്പിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയതിൻ്റെ പേരിൽ ഈ 8 പേരെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയുള്ളതാണ്. ഇത് ഈ നിമിഷം വരെ ഞാൻ ഈ സംസാരിച്ച നിമിഷം ഒരു ആരും തിരിച്ചെടുത്തിട്ടില്ല പാർട്ടിയിൽ. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ മറ്റത്തൂരിലെ കോൺഗ്രസിൽ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് അല്ല അതിന് വിശദീകരിക്കാം. ഒരു തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് അല്ല തിരിച്ചെടുത്തിട്ടില്ലെങ്കിൽ അല്ല രാഷ്ട്രീയ സാഹചര്യം ഉണ്ട്. മറ്റത്തൂരിലെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. CPM വിരളി പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ കാലം 25 വർഷക്കാലം CPMന്റെ ഭരണം അവിടെ നഷ്ടപ്പെട്ടു. നിലംപരിശായി പോയി CPM മറ്റത്തൂര്. അപ്പൊ സ്വാഭാവികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ എന്താ പറയുക, ഞങ്ങളെ സംബന്ധിച്ച് കൃത്യമായി രാഷ്ട്രീയ നിലപാടുണ്ട്. വർഗീയ കക്ഷികളുമായി സന്ധി ചെയ്തൊരു ഭരണം ഞങ്ങൾ തുടങ്ങും. അങ്ങനെയെങ്കിൽ അവരിപ്പോ കോൺഗ്രസ് തിരിച്ചെടുത്തിട്ടില്ലെങ്കിൽ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച വ്യക്തിയാണല്ലോ അവിടെ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്നത് BJPയുടെ പിന്തുണയോടുകൂടി. കോൺഗ്രസ് പാർട്ടിക്ക് അവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ, നിയമപരമായ നടപടി സ്വീകരിക്കാൻ കഴിയില്ല. നിങ്ങളുടെ ജില്ലാ അധ്യക്ഷൻ കൊടുത്ത കത്തിന്റെ ഭാഗമായി നടപടികൾ അതിനാലോചിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം യഥാർത്ഥത്തിൽ കോൺഗ്രസ് പാർട്ടി വളരെ വ്യക്തമായി വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ഈ പറഞ്ഞ ഒരു കാര്യത്തിലും സംശയം വേണ്ട. ഈ മറ്റത്തൂരിലെ കോൺഗ്രസ് BJP ഡീല് നമ്മുടെ സംസ്ഥാനത്ത് പാട്ടാണ്. പുതുക്കാട് മണ്ഡലത്തിൽ KK രാമചന്ദ്രന് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടുന്ന പഞ്ചായത്ത് മറ്റത്തൂർ പഞ്ചായത്ത് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അവിടുത്തെ ജനങ്ങൾ അത് തീരുമാനിച്ചിട്ടുണ്ട്. മെയ് 4 കഴിയുമ്പോൾ ഭൂരിപക്ഷത്തിന് നമുക്കറിയാം അത് എവിടേക്ക് പോകാന്നുള്ളത്. ഈ മറ്റത്തൂരിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം BJP ആണ്. എന്താണ് ജയചേട്ടൻ അവസാനമായിട്ട് പറയുന്നത്? ഈ ഇടതു മുന്നണിയുടെയും വലതു മുന്നണിയുടെയും എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം BJP. അവർ തമ്മിൽ പല കള്ളക്കളിയും കളിക്കും. ഇത് BJP വെളിച്ചത്ത് കൊണ്ടുവരും. ഇവർ DCയും DCCയും ചേർന്ന് DCയും DCCയും ചേർന്ന് മറ്റത്തൂരിൽ 6 സീറ്റുകളിൽ BJPയെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തി ക്രോസ് ഔട്ട് ചെയ്യാൻ. ഇപ്പോൾ LDFന്റെ പ്രതിനിധി സത്യം പറഞ്ഞല്ലോ, BJPയെ മാറ്റി നിർത്താൻ ഞങ്ങൾ എന്ത് ചെയ്യുന്നത്? ആ ഒരു ഡീല് അവിടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നടന്നു. ആ തെരഞ്ഞെടുപ്പിൽ അത് നടന്നു. പറയാത്ത കാര്യം പറയല്ല. സ്വാഭാവികമായും കോൺഗ്രസുകാരിൽ പ്രതിഷേധമുണ്ടായി, കോൺഗ്രസിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി. ആ അഭിപ്രായ വ്യത്യാസം കോൺഗ്രസിനെ തകർക്കുന്നതിനുള്ള ഒരു ആയുധമായി ഒരു കാര്യമുണ്ട്. BJPക്ക് കഴിഞ്ഞ തവണ 4 സീറ്റായിരുന്നു, ഇത്തവണ 4 സീറ്റായിരുന്നു. BJPയെ തെരഞ്ഞെടുത്തിട്ടില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നമുക്കറിയാം ഏറ്റവും കൂടുതൽ സംസ്ഥാന തലത്തിൽ തന്നെ വിവാദമായ ഒരു പഞ്ചായത്തായിരുന്നു മറ്റത്തൂർ പഞ്ചായത്ത്. മറ്റത്തൂർ പഞ്ചായത്ത് വീണ്ടും വാർത്തകളിൽ ഇടം നേടുമ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മറ്റത്തൂരിൽ എന്ത് സംഭവിക്കും എന്നത് വലിയ ഒരു ചോദ്യചിഹ്നമാണ്. പുതുക്കാട് മണ്ഡലത്തിലെ വോട്ടർമാർ എങ്ങനെ ചിന്തിക്കുന്നു? മുന്നണികൾക്ക് വോട്ടർമാരോട് പറയാനുള്ളത് എന്ത്? NCTV ബ്രെയിൻ ടെക് തെരഞ്ഞെടുപ്പ് അങ്കത്തട്ടിൻ്റെ 2ാം അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. NCTV തെരഞ്ഞെടുപ്പ് അങ്കത്തട്ട് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ബ്രെയിൻ ടെക് കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ട്, ബ്രെയിൻ ടെക് കമ്പ്യൂട്ടർ സെയിൽസ് ആൻഡ് സർവീസ്, ബിച്ച് ടവർ, പോളി ജംഗ്ഷൻ, ആമ്പല്ലൂർ.